നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് മേൽപ്പാലത്തിന്റെ നിർമ്മാണം തുടങ്ങി. തൂണുകളുടെ കോൺക്രീറ്റിംഗ് തുടങ്ങി. പണികൾ നടക്കുന്നത് രാത്രികാലങ്ങളിൽ. ഈരാറ്റുപേട്ടയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്ത സംഭവം. സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ച കെട്ടിടത്തിന്റെ ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് ഈരാറ്റുപേട്ട സ്വദേശി ഇർഷാദ്. കോട്ടയം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി ക്ലാസ് മുറിയുടെയും ഓഡിറ്റോറിയത്തിന്റെയും നിർമ്മാണം പുരോഗമിക്കുന്നു. കെട്ടിടം പണിയുന്നത് 69 ലക്ഷം രൂപ ചെലവിൽ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പണികൾ വിലയിരുത്തി. കോട്ടയം മെഡിക്കൽ കോളേജിൽ നഴ്സുമാർ വസ്ത്രം മാറുന്ന മുറിയിൽ ഹിഡൻ ക്യാമറ വെച്ചു. നഴ്സിംഗ് ട്രെയിനി പോലീസ് പിടിയിൽ. പിടിയിലായത് കടുത്തുരുത്തി സ്വദേശി ആൻസൺ ജോസഫ്. വാർത്തകൾ വിശദമായി. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ ഭാഗമായുള്ള മേൽപ്പാലത്തിന്റെ നിർമ്മാണം തുടങ്ങി. തൂണുകളുടെ കോൺക്രീറ്റിംഗ് ഡോക്ടർ N ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ദേശീയപാതയ്ക്ക് സമീപമുള്ള ആദ്യത്തെ തൂണാണിത്. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് പദ്ധതിയുടെ പ്രധാന ഭാഗമായുള്ള മേൽപ്പാലത്തിന്റെ പണികൾ ആരംഭിച്ചു. മണിമല റോഡിനും ചിറ്റാർപ്പുഴയ്ക്കും മുകളിലൂടെയാണ് മേൽപ്പാലം പണിയുന്നത്. 4 തൂണുകളിലാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 2 തൂണുകൾ നിർമ്മിക്കും. ദേശീയപാതയ്ക്ക് സമീപമുള്ള ആദ്യത്തെ തൂണിന്റെ കോൺക്രീറ്റിംഗ് തുടങ്ങി. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് തൂണുകളുടെ കോൺക്രീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തു. 5 മീറ്റർ ഹൈറ്റിൽ 3 ഘട്ടങ്ങളായിട്ട് ഈ പില്ലറിന്റെ നിർമ്മാണം പൂർത്തീകരിക്കും. അപ്പം 5 മീറ്റർ, ഈ 15 മീറ്റർ കഴിയുമ്പോൾ ഏതാണ്ട് റോഡ് ലെവലിലേക്ക് ഇതിൻ്റെ ഗഡർ വെക്കാവുന്ന രൂപത്തിലുള്ള സ്റ്റൈലിലേക്ക് വരികയാണ്. പിന്നെയുള്ള രണ്ടാമത്തെ 4 തൂണുകളിൽ തൊട്ടടുത്ത് 35 മീറ്ററിൻ്റെ അകലത്തിൽ 3 സ്പാനുകളായിട്ടുള്ള 4 തൂണുകൾ കൂടിയാണ്. ഈ 4 തൂണുകൾ പൂർത്തീകരിക്കുന്നതോടെ സ്വാഭാവികമായി തന്നെ ഈ ബ്രിഡ്ജിൻ്റെ നിർമ്മാണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം അവസാനിക്കുകയാണ്. നമ്മളിത് ഒന്നാമത്തേത് 20 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അങ്ങനെ മാത്രമല്ല, അതോടൊപ്പം തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് GSBയുടെ വർക്കുകളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഒരു തൂൺ മണിമല റോഡിന് സമീപം വരുന്നതിനാൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും. 20 ദിവസത്തിനുള്ളിൽ 2 തൂണുകളുടെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് അധികൃതർ അറിയിച്ചു. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് വളവിൽ നിന്നും ആരംഭിച്ച് മണിമല റോഡിനും ചിറ്റാർപ്പുഴയ്ക്കും കുറുകെയുള്ള മേൽപ്പാലത്തിലൂടെ കടന്ന് പൂതക്കുഴി ഫാബിസ് ഓഡിറ്റോറിയത്തിന് സമീപം ദേശീയപാതയിൽ എത്തുന്ന വിധമാണ് ബൈപ്പാസ്. ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്താണ് മേൽപ്പാലം പണിയുന്നത്. ബൈപ്പാസ് കടന്നു പോകുന്ന പ്രദേശത്തെ ഉയർന്ന ഭാഗം ഇടിച്ചു നിരത്തിയും താഴ്ന്ന ഭാഗങ്ങളിൽ മണ്ണിട്ട് ഉയർത്തിയും റോഡ് വെട്ടിയിരുന്നു. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല. 78.96 കോടി രൂപയാണ് ബൈപ്പാസിന്റെ ആകെ നിർമ്മാണ ചെലവ്. 1.80 കിലോമീറ്റർ ദൂരമുള്ള ബൈപ്പാസിന് 15 മീറ്റർ വീതിയുണ്ട്. കിഫ്ബിയുടെ ധനസഹായത്തോടെയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ഗുജറാത്ത് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബാക്ക്ബോൺ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിർമ്മാണം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ഈരാറ്റുപേട്ടയിൽ വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്ത സംഭവത്തിൽ വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന കെട്ടിടത്തിന്റെ ഉടമ അറസ്റ്റിൽ. ഈരാറ്റുപേട്ട നടക്കൽ ഭാഗത്ത് പാറയിൽ ഇർഷാദ് PA എന്നയാളെയാണ് ഈരാറ്റുപേട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈരാറ്റുപേട്ടയിൽ വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന കെട്ടിടത്തിന്റെ ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈരാറ്റുപേട്ട നടക്കൽ ഭാഗത്ത് പാറയിൽ വീട്ടിൽ ഇർഷാദ് PA എന്നയാളെയാണ് ഈരാറ്റുപേട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം സ്ഫോടക വസ്തുക്കളുമായി വണ്ടൻമേട് പോലീസ് ഈരാറ്റുപേട്ട സ്വദേശിയായ ഷിബിലിയെ പിടികൂടിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇർഷാദ് നടക്കൽ കുഴിവൽ ഭാഗത്തുള്ള തന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം ഷിബിലിക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്നതായി കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ട പോലീസ് നടത്തിയ പരിശോധനയിൽ ഇവിടെ നിന്നും 2604 ജലാറ്റിൻ സ്റ്റിക്കുകൾ, 18999 ഡിറ്റണേറ്ററുകൾ, 3350 മീറ്റർ സേഫ്റ്റി ഫ്യൂസുകൾ, ഒരു എയർ ഗൺ തുടങ്ങിയവ പിടിച്ചെടുത്തു. തുടർന്ന് ഇർഷാദിനെ അറസ്റ്റ് ചെയ്തു. ഈരാറ്റുപേട്ട സ്റ്റേഷൻ SI ബിനു VL, സന്തോഷ് കുമാർ N, ടോജൻ M തോമസ്, ആന്റണി മാത്യു, ഗിരീഷ്, CPO ശ്രീരാജ് VR എന്നിവർ ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഇർഷാദിനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി ക്ലാസ് മുറിയും ആധുനിക സൗകര്യങ്ങളോടെ ഓഡിറ്റോറിയവും നിർമ്മിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA സ്കൂളിലെത്തി. കോട്ടയം നഗരത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു സർക്കാർ വിദ്യാലയമാണ് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ. മോഡൽ സ്കൂൾ എന്ന പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നത്. കോട്ടയം ജില്ലയിലെ ഏറ്റവും പഴക്കമേറിയ വിദ്യാലയങ്ങളിൽ ഒന്നാണിത്. 1947 UP സ്കൂൾ എന്ന നിലയിലാണ് വിദ്യാലയം സ്ഥാപിതമായത്.
പിന്നീട് അഷ്ടവൈദ്യ വിദഗ്ധൻ വയസ്കര മോസദ് സ്കൂളിന് വേണ്ടി സൗജന്യമായി സംഭാവന ചെയ്ത സ്ഥലത്തേക്ക് സ്കൂൾ പ്രവർത്തനം മാറ്റി. 1957 ഹൈസ്കൂൾ പ്രവർത്തനം തുടങ്ങി. പിന്നീട് 1977 മോഡൽ ഹൈസ്കൂൾ എന്ന പേരിൽ പ്രസിദ്ധമായി. വയസ്കര ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് മുറിയുടെയും ഓഡിറ്റോറിയത്തിന്റെയും നിർമ്മാണം പുരോഗമിക്കുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 69 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ MLA നേരിട്ട് വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നഴ്സുമാർ വസ്ത്രം മാറുന്ന മുറിയിൽ ക്യാമറ ഓണാക്കി വെച്ച സംഭവത്തിൽ ആശുപത്രിയിലെ നഴ്സിംഗ് ട്രെയിനി പോലീസ് പിടിയിലായി. കടുത്തുരുത്തി മാഞ്ഞൂർ സ്വദേശി ആൻസൺ ജോസഫിനെയാണ് ഗാന്ധിനഗർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആൻസൺ വസ്ത്രം മാറി ഇറങ്ങിയത് പിന്നാലെ മുറിയിലെത്തിയ നഴ്സാണ് ക്യാമറ ഓണാക്കിയ മൊബൈൽ ഫോൺ കണ്ടെത്തിയത്. തുടർന്നുള്ള പരാതിയിൽ ഗാന്ധിനഗർ പോലീസ് അന്വേഷണം നടത്തി ആൻസണെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. IT ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വീണ്ടും മതവിദ്വേഷ പ്രസംഗം നടത്തിയ PC ജോർജിന്റെ ജാമ്യം റദ്ദ് ചെയ്ത് അറസ്റ്റ് ചെയ്യണമെന്ന് SDPI. സംസ്ഥാനത്ത് വർഗീയ കലാപത്തിന് PC ജോർജ് ശ്രമിക്കുന്നതായും SDPI കുറ്റപ്പെടുത്തി. വീണ്ടും മതവിദ്വേഷ പ്രസംഗം നടത്തിയ PC ജോർജിന്റെ ജാമ്യം റദ്ദാക്കി അറസ്റ്റ് ചെയ്യണമെന്ന് SDPI. സംസ്ഥാനത്ത് വർഗീയ കലാപത്തിന് ശ്രമിക്കുന്ന PC ജോർജിനെ കയറൂറി വിട്ടിരിക്കുന്നത് ഇടത് സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ്. കോടതികളും അന്വേഷണ ഏജൻസികളും തെളിവില്ലെന്ന് കണ്ട് എഴുതിത്തള്ളിയ ലവ് ജിഹാദ് ഉയർത്തിയ കേരളം കത്തിക്കാൻ ഇപ്പോൾ PC ജോർജ് ശ്രമിക്കുന്നതെന്നും SDPI കുറ്റപ്പെടുത്തി. കോട്ടയം മീനച്ചിൽ താലൂക്കിൽ 400 പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടു എന്നാണ് ജോർജിന്റെ പുതിയ നുണക്കഥ. വംശീയ പരാമർശങ്ങൾ നടത്തരുതെന്ന ജാമ്യവ്യവസ്ഥ ഇതോടെ PC ജോർജ് ലംഘിച്ചിരിക്കുകയാണെന്നും SDPI പറയുന്നു. സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും നീതിന്യായ സംവിധാനത്തെയും പോലും അവഹേളിക്കുകയാണ് PC ജോർജ് ചെയ്യുന്നത്. ഇടത് സർക്കാർ ഭരണത്തിൽ കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ BJP നേതാവ് ജോർജ് നടത്തുന്ന ശ്രമം തിരിച്ചറിയാൻ കഴിയാത്തത് ഖേദകരമാണെന്നും SDPI നേതാക്കൾ പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ ഒരു മൗനം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കറിയാം, ഒരു ചാനൽ ചർച്ചയിൽ PC ജോർജ് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, ആ പരാമർശവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു 15 ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള ഒരു വർഗീയ പരാമർശം നടത്തുമ്പോൾ പോലീസിന് സ്വമേധ കേസെടുക്കാം. നിലവിലെ പോലീസ് സ്വമേധ കേസെടുത്തില്ല എന്ന് മാത്രമല്ല, ഏതാണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിൽ 14ഓളം കേസുകൾ വന്നതിന് ശേഷമാണ് 7 ദിവസങ്ങൾക്ക് ശേഷം PC ജോർജിനെതിരെ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടു. വാർത്താ സമ്മേളനത്തിൽ SDPI കോട്ടയം ജില്ലാ പ്രസിഡന്റ് CI മുഹമ്മദ് സിയാദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് U നവാസ്, ജില്ലാ ജനറൽ സെക്രട്ടറി നിസാം ഇത്തിപ്പുഴ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഏറ്റുമാനൂരിൽ ട്രെയിനിന് മുന്നിൽ ചാടി അമ്മയും പെൺമക്കളും മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിയായ ഭർത്താവ് നോബി ലൂക്കോസിന് ജാമ്യം അനുവദിക്കരുതെന്ന് ഏറ്റുമാനൂർ പോലീസ്. ഇയാൾക്ക് ജാമ്യം ലഭിച്ചാൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുമെന്നും പോലീസ് കോടതിയിൽ പറഞ്ഞു. ഏറ്റുമാനൂരിൽ ട്രെയിനിന് മുൻപിൽ ചാടി അമ്മയും പെൺമക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിയായ ഭർത്താവ് നോബി ലൂക്കോസിന് ജാമ്യം അനുവദിക്കരുതെന്ന് പോലീസ്. ഇയാൾക്ക് ജാമ്യം ലഭിച്ചാൽ അത് അന്വേഷണത്തെ ബാധിക്കുമെന്നും തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുമെന്നുമാണ് ഏറ്റുമാനൂർ പോലീസിന്റെ വാദം. ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസിന്റെ ആവശ്യം. അതിനിടയിൽ ജ്ഞാനായ സഭയെയും രൂപത അധ്യക്ഷന്മാരെയും കാരിത്താസ് ആശുപത്രിയെയും മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി സഭ കോട്ടയം SPക്ക് പരാതി നൽകി. ഷൈനിയുടെയും മക്കളുടെയും മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും സഭ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ വനിതകൾക്കായി സ്വയം പ്രതിരോധ പരിശീലന സെമിനാർ നടത്തി. ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് IPS ഉദ്ഘാടനം ചെയ്തു. വനിതാ ദിനത്തോടനുബന്ധിച്ച് കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ സുരക്ഷാ വിഭാഗം വനിതകൾക്കായി സ്വയം പ്രതിരോധ പരിശീലന സെമിനാർ നടത്തി. പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ നടത്തിയ സെമിനാർ ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് IPS ഉദ്ഘാടനം ചെയ്തു. വ്യവസ്ഥിതിയോടുള്ള പോരാട്ടമാണ് നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടത്. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, സ്ത്രീ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട് വ്യവസ്ഥിതി എന്ന് പറയുമ്പോൾ അവരെ എന്നല്ല, പൊതുവെ സമൂഹത്തെ, ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തെ പിന്നാക്കം വലിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് പുരുഷാധിപത്യമാണ്, പുരുഷ കേന്ദ്രീകൃത വ്യവസ്ഥയാണ്.
ജില്ലാ പോലീസ് അഡീഷണൽ മേധാവി സാജു വർഗീസ്, പാലാ ഡിവൈഎസ്പി കെ സദൻ, മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് മീനാഭവൻ, പാലാ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ, വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ, ബിൽഡിംഗ് സ്റ്റഡി സെന്റർ ഡയറക്ടർമാരായ ജോർജ് തോമസ്, സന്തോഷ് കുമാർ ബി, സ്റ്റാഫ് പ്രതിനിധിമാരായ മായ റാണി മാനുവൽ എന്നിവർ പ്രസംഗിച്ചു. ബിർലിനിലെയും മരിയൻ നഴ്സിംഗ് കോളേജിലെയും കുട്ടികൾക്കും സ്റ്റാഫ് അംഗങ്ങൾക്കും സ്വയം പ്രതിരോധ പരിശീലനവും നൽകി. ന്യൂസ് ബ്യൂറോ, പാലാ. 75-ാം വയസ്സിൽ പ്ലംബിങ്ങും വയറിങ്ങും പഠിച്ച് നാട്ടുകാരെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ് ഹൗലത്ത് ബീവി. കങ്ങഴ പത്തനാട് സ്വദേശിനിയാണ് ഹൗലത്തുമ്മ. കങ്ങഴ പത്തനാട് പറമ്പേട്ട് താഴെ ഹൗലത്ത് ബീവി എന്ന നാട്ടുകാരുടെ സ്വന്തം ഹൗലത്തുമ്മയ്ക്ക് പ്രായം 75. കുടുംബശ്രീ പ്രവർത്തനങ്ങളിലൂടെ നാട്ടിലെ നിറസാന്നിധ്യമാണ് ഹൗലത്തുമ്മ. 75-ാം വയസ്സിൽ പ്ലംബിങ്ങും വയറിങ്ങും പഠിച്ച് നാട്ടുകാരെയാകെ ഞെട്ടിച്ചിരിക്കുകയാണ് ഹൗലത്തുമ്മ. ഗ്രിഗോറിയൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കങ്ങഴയിലുള്ള GIT കോളേജിലാണ് ഹൗലത്തുമ്മ പഠിച്ചത്. 5 ദിവസത്തെ ക്ലാസ് ആണ് ഉണ്ടായിരുന്നത്. എന്റെ ചെറുപ്പം മുതലേ ഞാൻ ചെറിയ പണികളൊക്കെ ചെയ്യും. തായി എനിക്ക് ഇതിനോട് അത്ര ഭയം തോന്നിയിട്ടില്ല. എനിക്ക് ഭയം ഉണ്ട് തായും. എൻ്റെ വീട്ടിലെ ഇപ്പം ഫീസ് പോയി, ഞാനും എൻ്റെ ഭർത്താവും കൂടെ ചെന്ന് അതൊന്ന് അടിച്ചു നോക്കി, ഞങ്ങളത് നോക്കും. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ പ്ലംബിങ് അത് ഈ കുട്ടികളെ പഠിപ്പിച്ചു. മറ്റുള്ള എൻ്റെ വീട്ടിൽ പണിക്ക് വരുന്നവർ കണ്ടുപിടിച്ചതാ. ആദ്യം പഠിപ്പിച്ചോ. ഫീസ് കെട്ടാനൊക്കെ അടുത്തുള്ള ആൾക്കാർ വന്ന് ചെയ്യുമ്പം അതിവിടെ കുട്ടികളാണ്. ഈ CIT കോളേജിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ മക്കളെ കണ്ടായ അങ്ങനെ അത് പഠിച്ചെടുത്തത് 5 ദിവസം എടുത്തുള്ളൂ. കുടുംബശ്രീ മിഷന്റെയും വാഴൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ GIT നടപ്പാക്കുന്ന ASWAD ഹോം മെയിന്റനൻസ് സ്കിൽ ട്രെയിനിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഹൗലത്തുമ്മ പരിശീലനം നേടിയത്. കങ്ങഴ പഞ്ചായത്തിലെ CDS വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു. ഇപ്പോൾ CDS അംഗമാണ്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കാഞ്ഞിരപ്പള്ളി സെന്റ് ആന്റണീസ് കോളേജിൽ തൊഴിലധിഷ്ഠിത കോഴ്സായ ഏവിയേഷൻ കോഴ്സിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കും. രാവിലെ 10 മണിക്ക് കോളേജ് ഡയറക്ടർ ഡോക്ടർ ലാലിച്ചൻ കല്ലമ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഉദ്ഘാടനം നിർവഹിക്കും. +2 യോഗ്യതയുള്ളവർക്ക് 1 വർഷ ഡിപ്ലോമ ഇൻ ഏവിയേഷനും 10ാം ക്ലാസ് പാസ്സായവർക്ക് 1 വർഷ ഡിപ്ലോമ കോഴ്സിനും ചേരാം. നാട്ടിൻ പുറത്ത് ചെലവ് കുറച്ച് ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ കോഴ്സ് ആരംഭിച്ചിരിക്കുന്നതെന്ന് ഡയറക്ടർ ഡോക്ടർ ലാലിച്ചൻ കല്ലമ്പള്ളി, സെക്രട്ടറി ജോസ് ആന്റണി, പ്രിൻസിപ്പൽ മധുസൂദനൻ എന്നിവർ വ്യക്തമാക്കി. സെയിന്റ് ആന്റണീസ് കോളേജ് കാലത്തിൻ്റെ മാറ്റം തിരിച്ചറിഞ്ഞ് ഈ അടുത്ത അധ്യയന വർഷം 2 ഡിപ്ലോമ കോഴ്സുകൾ ഏവിയേഷൻ രംഗത്ത് ആരംഭിക്കുന്നു. 10ാം ക്ലാസ് പാസ്സായവർക്ക് ഡിപ്ലോമ ഇൻ ഏവിയേഷനും +2 പാസ്സായവർക്ക് പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഏവിയേഷനുമാണ് നമ്മൾ ആരംഭിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ രാജ്യത്താകമാനം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി 40ഓളം എയർപോർട്ടുകൾ ആരംഭിക്കുന്നു എന്നുള്ള വാർത്ത ഈ മേഖലയിൽ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ 5 ദിവസം എയർപോർട്ടിൽ നേരിട്ട് കുട്ടികൾക്ക് ഇൻറ്റേൺഷിപ്പുകൾ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂർ തിരിച്ചും കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് വിമാനയാത്ര നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. കൂടാതെ ഗ്രൂമിംഗ് സെക്ഷനും ഫാഷൻ ഡിസൈനിങ് ആളുകളെ ചേർത്തുകൊണ്ട് മേക്ക് ഓവർ സെക്ഷനും പ്രത്യേകം ക്രമീകരിച്ചിട്ടുണ്ട്. ഈ കോഴ്സുകളുടെ ഔപചാരികമായ ഉദ്ഘാടനം നാളെ രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഹേമലത പ്രേംസാഗർ നിർവഹിക്കും. ചാമമ്പതാൽ വരവുകാലായിൽ R. ഗോപി നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അറിയിപ്പ്: പള്ളിക്കത്തോട് ഗവൺമെന്റ് ITയിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിൽ ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ്മാൻ, അരിത്തമെറ്റിക് കം ഡ്രോയിംഗ് എന്നീ വിഷയങ്ങളിൽ പരിശീലനം നൽകാൻ ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നു. ഈ മാസം 13-ന് പകൽ 11 മണിക്ക് കൂടിക്കാഴ്ച നടക്കും. ഈഴവ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് അവസരം. വിവരങ്ങൾക്ക് ഫോൺ 0481-255-1062. കോട്ടയം ഡിവിഷണൽ ലെവൽ തപാൽ അദാലത്ത് ബുധനാഴ്ച പകൽ 11 മണിക്ക് തപാൽ വകുപ്പ് കോട്ടയം ഡിവിഷന്റെ സീനിയർ സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. കോട്ടയം തപാൽ ഡിവിഷനുമായി ബന്ധപ്പെട്ട എല്ലാവിധ പരാതികളും പരിഗണിക്കും. ഫോൺ 0481-258-2970.
കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ മാർച്ചിൽ ആരംഭിക്കുന്ന മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത ബിരുദം +2 SSLC. ഫോൺ 7994449314. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് മേൽപ്പാലത്തിന്റെ നിർമ്മാണം തുടങ്ങി, തൂണുകളുടെ കോൺക്രീറ്റിംഗ് തുടങ്ങി. പണികൾ നടക്കുന്നത് രാത്രികാലങ്ങളിൽ. ഈരാറ്റുപേട്ടയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്ത സംഭവം. സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ച കെട്ടിടത്തിന്റെ ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് ഈരാറ്റുപേട്ട സ്വദേശി ഇർഷാദ്. കോട്ടയം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി ക്ലാസ് മുറിയുടെയും ഓഡിറ്റോറിയത്തിന്റെയും നിർമ്മാണം പുരോഗമിക്കുന്നു. കെട്ടിടം പണിയുന്നത് 69 ലക്ഷം രൂപ ചെലവിൽ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പണികൾ വിലയിരുത്തി. കോട്ടയം മെഡിക്കൽ കോളേജിൽ നഴ്സുമാർ വസ്ത്രം മാറുന്ന മുറിയിൽ ഹിഡൻ ക്യാമറ വെച്ചു. നഴ്സിംഗ് ട്രെയിനി പോലീസ് പിടിയിൽ. പിടിയിലായത് കടുത്തുരുത്തി സ്വദേശി ആൻസൺ ജോസഫ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.